പോണ്ടിച്ചേരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ബീച്ചുകളും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് കോളനി സംസ്കാരത്തിന്റെ വാസ്തുവിദ്യയുമൊക്കെയാണ്. വീക്കെൻഡുകളിൽ ആളുകൾ ജോളിയായി സമയം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരിടം. എന്നാൽ ഈ നഗരത്തിന്റെ ചരിത്രത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഭയത്തോടെയും വേദനയോടെയും മാത്രം ഓർക്കാൻ കഴിയുന്ന കറുത്ത ഒരു അധ്യായമുണ്ട്. 1999 പോണ്ടിച്ചേരിയിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ ആഡംബര ബംഗ്ലാവിനുള്ളിൽ നടന്ന ക്രൂരവും ആസൂത്രിതവുമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണിത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെടുന്നതെന്നും അതിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങളും തുറന്നു കാട്ടുന്നതാണ് ഈ സംഭവം. പ്രത്യേകിച്ച് പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കളും ഈ കേസിന്റെ വിശദാംശങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഈ കഥ ആരംഭിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറിയ ഒരു പ്രമുഖ വൈര വ്യാപാരിയായിരുന്നു പ്രേംചന്ദ് ഷാ. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം പോണ്ടിച്ചേരിയിലെ പ്രശസ്തമായ ലൂയിസ് സ്ട്രീറ്റിലെ 47 നമ്പർ ബംഗ്ലാവിലായിരുന്നു താമസിച്ചിരുന്നത്. വളരെ വലിയ സമ്പത്തും സ്വാധീനവുമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രേംചന്ദ് ഷായ്ക്ക് രവിഷ, കമൽ ഷാ എന്നിങ്ങനെ 2 മക്കളായിരുന്നു. ഇതിൽ മൂത്ത മകനായ രവിഷായുടെ വിവാഹം കഴിഞ്ഞത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ പാർവതി എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായിട്ടായിരുന്നു. വിവാഹശേഷം ഇവർ 2 പേരും അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലായിരുന്നു താമസം തുടങ്ങിയത്. എന്നാൽ ആ ആഡംബര ജീവിതത്തിന്റെ പിന്നിലും പാർവതി ഒട്ടും സംതൃപ്തിയായിരുന്നില്ല. അതിന് കാരണക്കാരൻ ഭർത്താവിന്റെ അനുജൻ തന്നെയായിരുന്നു. ഭർത്താവിന്റെ അനിയനായ കമൽ ഷായുടെ പെരുമാറ്റത്തിൽ പാർവതി ഒട്ടും സുരക്ഷിതയായിരുന്നില്ല. താൻ മുറിയിലായിരിക്കുമ്പോൾ കമൽ ഷാ ഒളിഞ്ഞു നോക്കുന്നത് പലപ്പോഴും പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കമലിന്റെ മോശം നോട്ടവും പെരുമാറ്റവും അവളെ വളരെയധികം അസ്വസ്ഥയാക്കി. ഭർത്താവ് രവിഷായോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ അനിയനെ വളരെയധികം വിശ്വാസമായിരുന്നു. എന്നാൽ ഈ അശ്രദ്ധ കൊണ്ടെത്തിച്ചത് വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു. 1999 ജൂലൈ 14 ഭയപ്പെടുത്തുന്ന ആ സംഭവം നടക്കുന്നത്. പാർവതിയുടെ ഭർത്താവായ രവിഷ അസുഖബാധിതനായതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അച്ഛനായ പ്രേംചന്ദ് ഷായും അന്ന് രാത്രി ആ വീട്ടിലുണ്ടായിരുന്നില്ല. ആ വലിയ വീട്ടിൽ അന്ന് രാത്രി പാർവതിയും കമൽ ഷായും അവരുടെ അമ്മയായ പത്മാവതിയും മാത്രമായിരുന്നു ആ വീട്ടിൽ. ഭർത്താവ് അടുത്തില്ലാത്ത ആ രാത്രി പാർവതിയെ കീഴ്പ്പെടുത്താൻ കമൽ ഷാ മുൻകൂട്ടി പദ്ധതി പ്ലാൻ ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിക്കാനായി അവൻ പാർവതിയുടെ റൂമിൽ എയർ കണ്ടീഷന് പുറകിലായി വലിയൊരു തടിക്കഷ്ണം കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. അന്ന് രാത്രി 11 മണിയോടെ കമൽ ഷാ പാർവതിയുടെ റൂമിന് മുന്നിൽ ചെന്ന് ശക്തമായി ചുമയ്ക്കുന്നതായി അഭിനയിച്ചു. തനിക്ക് സുഖമില്ലെന്ന് കരുതി വാതിൽ തുറന്ന പാർവതിയെ കമൽ ശക്തമായി ആക്രമിക്കുകയാണ് ചെയ്തത്. കയ്യിൽ കരുതിയ ഇഷ്ടിക കഷ്ണം കൊണ്ട് ശക്തമായി തലക്കടിച്ചു. അതിനുശേഷം AC-ക്ക് പുറകിലായി ഒളിപ്പിച്ചിരുന്ന തടിക്കഷ്ണം കൊണ്ട് ശക്തമായി വീണ്ടും അടിച്ചു. പിന്നീട് ആ മൃഗം അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ ക്രൂര സംഭവത്തിന് ശേഷം ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി കമൽ ഷായും അവന്റെ അമ്മയും കൂടെ ചേർന്നുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ചോരക്കറകൾ കഴുകിക്കളയാനും ഇത് ഒരു സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും അവർ ആവുന്നതെല്ലാം ചെയ്തു. പിന്നീട് പിടിക്കപ്പെടുമെന്ന ഭയത്താൽ കമൽ ഷാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ പിറ്റേന്ന് ബന്ധുക്കളും നാട്ടുകാരും വിവരം പറഞ്ഞെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം മലക്കം പറഞ്ഞു. പാർവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ട കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഇതൊരു സ്വാഭാവികമല്ലെന്നുള്ള കാര്യം മനസ്സിലായി. വലിയ പണക്കാരായതുകൊണ്ട് തന്നെ ഈ കേസിനെ അട്ടിമറിക്കാൻ പ്രേംചന്ദ് ഷായും കുടുംബവും ഒരുപാട് ശ്രമിച്ചു. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥകളുണ്ടായി. എന്നാൽ ഇത് പോണ്ടിച്ചേരിയിലെ ജനങ്ങളെ പ്രക്ഷുബ്ധരാക്കി. അവർ സമരത്തിനൊരുങ്ങി. എല്ലാവിധ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ അമ്മയെയും മകനെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ കമൽ ഷാ പാർവതി എന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിനെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വന്നു. തുടർന്ന് നടന്ന വിചാരണയിൽ പോണ്ടിച്ചേരി ചീഫ് ജഡ്ജ് EV കുമാർ ചരിത്രപരമായ ഒരു വിധി പ്രഖ്യാപിച്ചു. സമാനതകളില്ലാത്ത ക്രൂരകൃത്യമാണ് കമൽ ഷാ നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കൊലപാതകം, ബലാത്സംഗം, ആത്മഹത്യാശ്രമം, വ്യാജമായ വിവരം നൽകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കമൽ ഷാ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അത്യപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിന് കമൽ ഷായ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചു. വിധി പ്രസ്താവിച്ച ശേഷം ചീഫ് ജഡ്ജ് തന്റെ പേനയുടെ നിബ്ബൊടിച്ചു കളഞ്ഞു. കൂട്ടുപ്രതിയായ അമ്മ പത്മാവതിക്കും കോടതി ശക്തമായ ശിക്ഷ ഉറപ്പാക്കി. ഈ ഒരു ദാരുണമായ സംഭവം കേവലം ഒരു ക്രൈം സ്റ്റോറി മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠം കൂടിയാണ്. നമ്മൾ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്വർണത്തിലോ ആഡംബരത്തിലോ
മറ്റുള്ള സുഖ സൗകര്യങ്ങളിലോ അല്ല കാര്യം. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് മികച്ച വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ നല്ല ഒരു ജോലിയുമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഏതൊരു പെൺകുട്ടിക്കും തൻ്റെതായ നിലപാടെടുക്കാനും ഭർത്താവിന്റെ വീട്ടിൽ സുരക്ഷിതമല്ലെങ്കിൽ അവിടെ നിന്ന് ധൈര്യമായി ഇറങ്ങി വരാനും കഴിയും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, സ്വന്തം മക്കൾക്ക് ഒരുപാട് പണവും സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നതിന് പകരം നല്ല വിദ്യാഭ്യാസം നൽകൂ. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കൂ. ഈ ഒരു പാർവതിയുടെ കഥ നമുക്ക്, നമ്മുടെ സമൂഹത്തിന് വലിയൊരു പാഠമാണ്.